ഗൈസ് നമസ്കാരം. നമ്മൾ രണ്ടുപേരും കൂടെ രാവിലെ എണ്ണീറ്റ് അമ്പലത്തിൽ പോകുന്ന പോക്കാണ്. തിരിച്ചെത്തിയിട്ട് ഒരുപാട് പണികളുണ്ട്. പക്ഷെ ലച്ചു ചേച്ചിയുടെ നടത്തം കണ്ടിട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്ക് നാളെയാവുമെന്ന് തോന്നുന്നുണ്ട്. എന്ത് പതുക്കെയാണ് ഈ പെണ്ണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിലെത്തി. നമ്മൾ ചേന്നാത്ത് വിഷ്ണു ഭഗവാന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അമ്പലത്തിനകത്ത് കയറിയിട്ട് വരാം. ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഈ ആലിൻ്റെ ചോട്ടിലിരിക്കുകയാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. നല്ല കാറ്റും. എൻ്റെ മൂക്കിൽ ഇതേ കുരു വന്നിട്ട് എന്തൊരു വേദനയാണെന്നറിയോ. ലച്ചുവിന് അമ്പലവും പരിസരവും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. തിരിച്ചും നമ്മൾ നടന്നു തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ലച്ചു ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മുട്ടായി വാങ്ങിച്ച് പറ്റിക്കാന്ന് വിചാരിച്ചൊരു മഞ്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിലേക്കുള്ള യാത്ര ഇഷ്ടപ്പെട്ടോ? അതത്ര ഇഷ്ടപ്പെട്ടു. അതെന്താ? ഒത്തിരി നടക്കണം ലച്ചു. ഇതൊന്നും ഒരു നടപ്പല്ല. നീ വീട്ടിന് വെളി ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നോണ്ടാ. ഞാൻ വീട്ടിൻ്റെ വെളിയിൽ എവിടെ ലാസ്റ്റ് പോയ ഏറ്റവും ദൂരെ കൂടിയ സ്ഥലത്താ നടന്നു? സുരക്ഷയോ? ഒരുവിധം നമ്മൾ വീട്ടിലെത്തി. വന്നപ്പോഴത്തേക്ക് വയറ് നല്ല കത്തുന്നുണ്ടായിരുന്നു. കഴിക്കാനായിട്ട് ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും നന്നായിട്ട് തട്ടി. അടുത്ത പരിപാടി കേക്ക് കട്ടിങ്. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ബർത്ത്ഡേയും പിന്നെ ഒന്ന് ആനിവേഴ്സറിയും. ഈ അമ്മയും അച്ഛനും ഒരു വട്ടം ഹൈദരാബാദിൽ വന്നായിരുന്നു. അന്നും നമ്മൾ അവിടെ ഇതേപോലെ 2 കേക്ക് വാങ്ങിച്ചു. അവിടെ ലച്ചുവിടെ അല്ലേ? അങ്ങനെ അച്ഛനെ റെഡിയാക്കാൻ വിട്ടിട്ട് നമ്മൾ കേക്ക് കട്ടിങ് കലാപരിപാടിയിലേക്ക് ഇറങ്ങി. നമ്മൾ 2 കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും ആനിവേഴ്സറിയുടെയും ചിറ്റയുടെ ബർത്ത്ഡേയുടെയും കേക്ക്. അങ്ങനെ നമ്മുടെ കപ്പിള് റെഡിയായി കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് കട്ട് ചെയ്താലോ? നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടിയിൽ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. വീഡിയോ കോളിൽ ചിറ്റപ്പനും ഉണ്ട്. ഹൈദരാബാദിലാണ്. ആളിന് വരാൻ പറ്റില്ല. അതുകൊണ്ട് വൈഫിൻ്റെ ബർത്ത്ഡേ വീഡിയോ കോൾ വഴി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആനിവേഴ്സറി കട്ടിങ് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ബർത്ത്ഡേ ഗേളിൻ്റെ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേഷനാണ്. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി. ഓണമായതുകൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലാണ് എല്ലാവർക്കും ഫുഡ്. ആക്ച്വലി ഇന്ന് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ്. ഇത് കണ്ടോ, 2 ബ്രദേഴ്സും കൂടെ മത്സരിച്ച് അത്തപ്പൂ ഇടുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ രാവിലെ എണ്ണിട്ടിട്ട അത്തപ്പൂവിൽ അവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഹായ് ഹായ്. എല്ലാവരും ഇലയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞാനും കുഞ്ഞുമോളും മാത്രം ഇപ്പം കഴിക്കുന്നില്ല. ഗുഡ് ഗേൾ ആയിട്ടിരുന്ന് ഗുഡ് ഗേളിനെ ഒന്ന് കാണിച്ചേ. മിടുക്കിയാണല്ലോ. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ചാൻസ് കിട്ടി. എല്ലാ പ്രാവശ്യവും സദ്യയാണ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനുമാണ്. ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഓണമായിട്ട് കുറേ സദ്യ കഴിക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം നോൺ വെജ് ആക്കി. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയായി ഓണം? എന്തായി? കുഴപ്പമില്ല. ഓണമായിട്ട് കണ്ടോ ഒരുങ്ങി കെട്ടി ഇങ്ങനെ വന്നിരിക്കുക, ഒരു പണിയില്ലാതെ. ഫുഡും കഴിച്ച് പായസവും കുടിച്ചപ്പോഴത്തേക്കും ഓണം ഹാപ്പി ആയിട്ടുണ്ട് ഗൈസ്. ഇവരെല്ലാം എന്നെ കളിയാക്കുകയാണ് ഗൈസ്. എൻ്റെ കംഫർട്ട് ഡ്രസ്സിൽ ഞാൻ വന്നതിന് ഈ നാശം പിടിച്ച പെണ്ണാണ് ഏറ്റവും കൂടുതൽ എന്നെ വഴക്കുണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് വയ്യ ഗൈസ്. ഞാൻ രാവിലെ തൊട്ട് സാരി ഉടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി റെസ്റ്റാണ് ഗൈസ്. അപ്പം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പം എല്ലാം പറഞ്ഞ പോലെ see you until next time. Bye bye.